തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്കുള്ള ഖനന ഉൽപ്പന്നങ്ങളുടെ വരവ് നിലച്ചു. ഇതോടെ പ്രതിസന്ധിയിലായത് ജില്ലയിലെ ഗ്രാമപഞ്ചായത്തുകളുടെ വികസന പ്രവർത്തനങ്ങളാണ്. മിക്ക പഞ്ചായത്തുകളിലെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും നിലച്ചിട്ട് ആഴ്ചകൾ പിന്നിടുന്നു. ഇതിനോടൊപ്പം ഖനന ഉൽപ്പന്നങ്ങളുടെ വിലയിലുണ്ടായ വർധനവ് സാധാരണക്കാരെയും പ്രതിസന്ധിയിലാക്കുകയാണ്. ജില്ലയിലെ ഖനന പ്രവർത്തനങ്ങൾ പൂർണ്ണമായി നിലച്ചിട്ട് വർഷങ്ങളായി. ഇതോടുകൂടി ഏക ആശ്രയം തമിഴ്നാടിനെയായിരുന്നു. എന്നാൽ തമിഴ്നാട്ടിൽ നിന്നും ഇപ്പോൾ ആവശ്യത്തിന് ലോഡ് കേരളത്തിലേക്ക് എത്തുന്നില്ല. ഇത് വലിയ പ്രതിസന്ധിയാണ് ഗ്രാമപഞ്ചായത്തുകൾക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. റോഡ്, കുടിവെള്ള പദ്ധതി, മറ്റ് നിർമ്മാണ പ്രവൃത്തികൾ ഇവയെല്ലാം മുടങ്ങിയിട്ട് ആഴ്ചകളായി. ജില്ലയിലെ ഒട്ടുമിക്ക പഞ്ചായത്തുകളിലെയും അവസ്ഥ ഇതുതന്നെയാണ്. സംസ്ഥാന ഗവൺമെന്റ് ഇടപെട്ട് ഖനന ഉൽപ്പന്നങ്ങൾ സുഗമമായി ജില്ലയിലേക്ക് എത്തിക്കുന്നതിനുള്ള നടപടി കൈക്കൊള്ളണമെന്നാണ് ഉയരുന്ന ആവശ്യം. വലിയ പ്രതിസന്ധി തന്നെയാണ്. മെറ്റീരിയൽ സാധനങ്ങൾ ഒന്നും തന്നെ ഇല്ല. ഒന്ന്, എല്ലാത്തിനും വില വർദ്ധിച്ചു. മറ്റേ തമിഴ്നാട്ടിൽ നിന്ന് സാധനം കയറി വരുമായിരുന്നു. അപ്പൊ തമിഴ്നാട്ടിൽ നിന്ന് സാധനം കയറി വരുന്നില്ല. എനിക്ക് പറയാനുള്ളത്, ജില്ലാ ഭരണകൂടം അടിയന്തരമായിട്ട് ഇതിനൊരു നിലപാട് സ്വീകരിച്ച് തമിഴ്നാടുമായിട്ട് ബന്ധപ്പെട്ട് അതിനൊരു പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഒന്നും നമ്മളിവിടെ ക്വാറികളൊന്നുമില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ വലിയ പ്രതിസന്ധിയാണ്. ഇപ്പോൾ ഒരു 4 ലക്ഷം രൂപ നമ്മൾ ഭവന നിർമ്മാണത്തിന് വേണ്ടി കൊടുത്തിരിക്കുന്നത് ആ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് വീട് വെക്കാൻ പറ്റില്ല. കാരണം ഒരടി എംസാം കിടന്നത് ഇപ്പോൾ അത് 55 രൂപ കിടന്നത് 110 രൂപ 120 രൂപയായി. അതുപോലെ കല്ലിനൊക്കെ ആണെങ്കിലും വലിയ വിലയായി, എല്ലാ സാധനവും. അതുകൊണ്ട് പറ്റുന്നത് എന്നാന്ന് ചോദിച്ചാൽ, ഈ വർഷം പൂർത്തീകരിക്കേണ്ട പാമ്പാടമ്പാറ പഞ്ചായത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ വാർഡിൽ ഉൾപ്പെടെ പൂർത്തീകരിക്കേണ്ട റോഡുകൾ പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല. ടെൻഡർ ഇട്ട് എടുക്കാനായിട്ട് കോൺട്രാക്ടർമാരും ഇല്ല. കാരണം അവർ പറയുന്നത് സാധനം കിട്ടാനില്ല ഒന്നും, മറ്റു ഭീമമായ വില ഒറ്റയടിക്ക് വർദ്ധിച്ചിരിക്കുകയാണ്. ലോഡിൽ 25,000 30,000 രൂപയുടെ വർധനമാണെന്നാണ് അവർ പറയുന്നത്. എന്നാൽ ഇതിന് പരിഹാരം കണ്ടെത്തി ഈ നാട്ടിലെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ട പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് ചെയ്യേണ്ടത് ഭരണകൂടമാണ്. വളരെ അത്യാവശ്യമായിട്ട് ഭരണകൂടം ആ കാര്യത്തിൽ നിലപാട് സ്വീകരിച്ച് പോകണമെന്നാണ് ഈ സംബന്ധിച്ച് പറയാനുള്ളത്. ഖനന ഉൽപ്പന്നങ്ങളുടെ വില കുത്തനെ ഉയർന്നതോടെ സാധാരണക്കാർക്കും തിരിച്ചടിയായി. വീട് ഉൾപ്പെടെയുള്ള നിർമ്മാണ പ്രവൃത്തികൾ ഇഴഞ്ഞു നീങ്ങുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.